കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കോട്ടയത്തെ പ്രധാന രാഷ്ട്രീയ ചർച്ചയാണ് നഗരമധ്യത്തിൽ നിലച്ചുപോയ ആകാശപാത. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പദ്ധതിക്ക് വീണ്ടും ചിറകുമുളക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ആകാശപാത പൂർത്തിയാക്കുമെന്ന് സ്പീക്കറും കോട്ടയം MLAയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രഖ്യാപിച്ചിരുന്നു. കോട്ടയത്ത് നിന്നും ജോസി ബാബുജൻ. കോട്ടയത്തെ ആകാശപാത പദ്ധതി പുനരുജ്ജീവിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. ബജറ്റിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണിപ്പോൾ ആകാശപാതയുടെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആകാശപാതയ്ക്ക് സമീപമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കോട്ടയം നഗരത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ആകാശപാത. സ്കൈ വോക്ക് എന്ന നിലയിൽ ആളുകൾക്ക് മുകളിലൂടെയും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ ലിഫ്റ്റുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തത്. 2016 ഫെബ്രുവരി മാസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. പിന്നീട് LDF സർക്കാർ വന്നതിന് ശേഷം ഇതിന്റെ പദ്ധതിയുടെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചുപോയി എന്നതായിരുന്നു പിന്നീടുള്ള പ്രധാനപ്പെട്ട UDFന്റെ രാഷ്ട്രീയ ആരോപണം. അതേസമയം സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോയതെന്നുള്ളതായിരുന്നു LDFന്റെ ഇത് സംബന്ധിച്ചുള്ള മറ്റൊരു മറുപടി. എന്തായാലും ഇപ്പോൾ നമുക്കറിയാം പൈപ്പുകളൊക്കെ അടക്കം തുരുമ്പിച്ചു പോയിരിക്കുന്നു. അതിന്റെ വൈദ്യുതി കണക്ഷന്റെ കാര്യത്തിലൊക്കെ അടക്കം പ്രതിസന്ധിയുണ്ട്. കൂടാതെ മുകളിലുള്ള പൈപ്പുകളൊക്കെയും തുരുമ്പിച്ചിട്ടുണ്ട്. പ്രാവുകളും മറ്റു കിളികളുമൊക്കെയും കൂടുകൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പദ്ധതി വരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം സർക്കാരിന്റെ അനുകൂല നിലപാട് വളരെ പ്രതീക്ഷയോടെയാണ് ആളുകൾ കാണുന്നത്. അതേസമയം ഇനിയും ചില ആശങ്കകൾ പല ആളുകളും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചില ആളുകളുടെയും അതോടൊപ്പം നാട്ടുകാരുടെയും പ്രതികരണങ്ങൾ നമുക്ക് കണ്ടുവരാം. കംപ്ലീറ്റ് ചെയ്താൽ നല്ലതാ. അതെ, നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതിപ്പുറം ഒരു നാണക്കേടുണ്ടോ? അത് പഴയ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അലംഭാവം കൂടെയാണ്. തിരുവഞ്ചൂരൊക്കെ വളരെ ശ്രമിച്ച ഇതിനു വേണ്ടി. കാരണം നടക്കുകയില്ല. കാരണം അതിന്റെ മെറ്റീരിയൽ മൊത്തം ദ്രവിച്ചിരിക്കുക. അത് എങ്ങനെ നന്നാക്കും? ആ പൈസ തന്നെ വല്ല അണ്ടർഗ്രൗണ്ട് ആയിട്ടൊരു ആകാശം ചെയ്തിരുന്നെങ്കിൽ വളരെ ലാഭം ഉണ്ടായേനെ, പൊതുജനങ്ങൾക്ക് പ്രയോജനമായേനെ. ഇങ്ങനെ നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം നടക്കട്ടെ, കോട്ടയം വികസിക്കട്ടെ. കോടതി വരെയും പറഞ്ഞു ജനങ്ങൾക്ക് പ്രയോജനമാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവർ ചെയ്തില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 95% ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. നല്ലതായിട്ട് വരും. ഞങ്ങളെപ്പോലുള്ള സീനിയർ സിറ്റിസൺസ് നല്ലതായിരിക്കും. തിരുവനന്തപുരം പറഞ്ഞത് ഭരണത്തിലേറി 6 മാസത്തിനകം പൂർത്തിയാക്കുന്ന അത് ഞാൻ കേട്ടതാ. അപ്പൊ അത് പ്രതീക്ഷിക്കാം. വരട്ടെന്ന് അതല്ലേ പറഞ്ഞേ. ഇതിപ്പോ ഇങ്ങനെ പാർട്ടി ഫണ്ടനുഭവിക്കാറില്ലല്ലേ ഇടത് പിണറായിയുടെ ഉണ്ടാക്കിയത്. നടക്കട്ടെ, ആവശ്യം ചെയ്യുമത്. എന്തായാലും 2024 ബലക്ഷയം സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ പങ്കുവച്ചതിനെ തുടർന്ന് ചെന്നൈയിൽ നിന്നുള്ള NIT സംഘം പരിശോധന നടത്തുകയും ആകാശപാത പദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. ബലക്ഷയമില്ല എന്നുള്ളതായിരുന്നു അവരുടെ റിപ്പോർട്ട്. എന്തായാലും ജനങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾ പങ്കുവെക്കുമ്പോഴും ആകാശപാത പദ്ധതി കോട്ടയത്ത് വരുമ്പോൾ കോട്ടയം നഗരത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.